നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളെക്കുറിച്ച് അവർ ഇപ്പോൾ മറ്റുള്ളവരോട് പറയുന്നത് എന്താണ് എന്നതിനെ കുറിച്ചാണ്. ഇവിടെ അവർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ വരുന്ന ആ വ്യക്തിയാണ്. ഈ കാർഡുകളിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയാകാം, നിങ്ങളുടെ പേഴ്സൺ ആകാം, നിങ്ങളുമായി ഒരു ഇമോഷണൽ കണക്ഷൻ ഉള്ള ഒരാളാകാം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളാകാം, അല്ലെങ്കിൽ നിങ്ങളോട് ശത്രുതയുള്ള ഒരു വ്യക്തിയാകാം, ആരുമാകാം. അവർ നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ യഥാർത്ഥ തോട്ട് എന്താണ്, നിങ്ങളെക്കുറിച്ച് അവർ എന്താണ് പറയുന്നത്, അവർ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ടേക്ക് എ ഡീപ് ബ്രെത്ത്. നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയെ കൊണ്ടുവരൂ. ലെറ്റ്സ് സീ വാട്ട് ദ കാർഡ്സ് ഹാവ് ടു സേ. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ മറ്റുള്ളവരോട് പറയുന്നത് എന്താണ്? നമുക്ക് 2 ജമ്പേഴ്സ് വന്നിട്ടുണ്ട്. കാർഡ് 1 and 2. 2 ജമ്പേഴ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കത് എന്താണെന്ന് റീഡ് ചെയ്യുന്ന സമയത്ത് നോക്കാം. ക്ലിയർ അടിക്കുന്ന വിഷയമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ വയ്ക്കാം. നമുക്ക് 2 ഒറാക്കിൾ കാർഡ് കൂടി എടുക്കാം. നമുക്ക് 2 കാർഡ്സ് ഇതിൽ നിന്ന് കൂടി എടുക്കാം. ഓക്കെ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് നമ്മൾ നോക്കിയത്. ഡെവിൾ കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഡെവിൾ കാർഡ് വന്നതുകൊണ്ട് അവർ നിങ്ങളെപ്പറ്റി മോശമായിട്ടാണ് ചിന്തിക്കുന്നത് എന്നൊരർത്ഥം അതിനില്ല. നിങ്ങളെ അവർ ഒരു സാധാരണ വ്യക്തിയായി കാണുന്നില്ല എന്നൊരു ഇൻഡിക്കേഷനാണ് ഈ എനർജി നൽകുന്നത്. നിങ്ങളിൽ എന്തോ ഒരു സ്ട്രോങ് അട്രാക്ഷൻ, മാഗ്നറ്റിസം, ഇന്റൻസിറ്റി അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങളെ കാണുമ്പോൾ ഒരു കാന്തികമായ ആകർഷണം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ഒരാളല്ല എന്തായാലും. ചിലപ്പോൾ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളായോ, നിങ്ങളുടെ പ്രസൻസ് കൊണ്ട് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരാളായോ അവർ നിങ്ങളെ കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരാൾ തന്നെ ആയിരിക്കാം. പക്ഷെ ഇവിടെ ഡെവിളിന്റെ എനർജിയിൽ അട്രാക്ഷൻ മാത്രമല്ല കാണിക്കുന്നത്, ഒരു കോംപ്ലക്സിറ്റി കൂടിയുണ്ട്. നിങ്ങളെ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എളുപ്പമല്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ കാണുന്നത്. നിങ്ങളിൽ ഒരു മിസ്റ്ററിയോ അല്ലെങ്കിൽ മിസ്റ്റീരിയസ് സൈഡ് ഉണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ടാകാം. നിങ്ങളെക്കുറിച്ച് അവർ വിചാരിക്കുന്നതിൽ കൂടുതൽ എന്തോ ഉണ്ട് എന്നൊരു ഫീലിംഗ് അവർക്ക് അനുഭവപ്പെടുന്നു. മറ്റൊരു പ്രധാന കാര്യം, ഈ കാർഡ് ചിലപ്പോൾ ഒബ്സസീവ് തിങ്കിങ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് തോട്ട്സും കാണിക്കും. അതായത് നിങ്ങളെക്കുറിച്ച് ഒരിക്കൽ ചിന്തിച്ചിട്ട് അവിടെ അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി അല്ല. ചില സാഹചര്യങ്ങളിൽ നിങ്ങളെ വീണ്ടും വീണ്ടും ഓർക്കുക, നിങ്ങളുടെ ബിഹേവിയർ അനലൈസ് ചെയ്യുക, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചിന്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. എന്തായാലും അവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഡെവിൾ എനർജിയിലാണ് കാണുന്നത്. നിങ്ങളെ ഒരു പിശാചായിട്ട് കാണുന്നു എന്നല്ല അർത്ഥം. നിങ്ങൾ അവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്ന വ്യക്തിയാണ്. പക്ഷെ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ പെർസെപ്ഷൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല, കൺഫ്യൂസ്ഡും ഇന്റൻസിറ്റിയും ഒക്കെയുള്ള ഒരു തീവ്രമായൊരു കാഴ്ചപ്പാടാണ് നിങ്ങളെക്കുറിച്ച് അവർക്കുള്ളത്. ഇപ്പോഴത്തെ അവരുടെ പ്രധാന തോട്ട് എന്താണ്? നൈറ്റ് ഓഫ് സോർഡ്സ്. ഇത് നമുക്ക് ആദ്യം ലഭിച്ച ഡെവിൾ കാർഡിനോടൊപ്പം അതിൻ്റെ എനർജിയോടൊപ്പം നോക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത വളരെ കാമായിട്ടുള്ള ഒന്നല്ല. നിങ്ങളെക്കുറിച്ച് അവർ ആക്റ്റീവ്ലി തിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ എനർജി കാണിക്കുന്നത്. രണ്ടും കൂടി ചേരുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട്, ആക്റ്റീവായിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു. കാഷ്വലായിട്ട് എപ്പോഴെങ്കിലും വന്നു പോകുന്ന ചിന്തയല്ല. എന്താണ് സംഭവിച്ചത്, നിങ്ങൾ എന്താണ് പറഞ്ഞത്, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്, നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു,
ഇനി അവർ എന്താണ് ചെയ്യേണ്ടത്? ഇതൊക്കെ അവരുടെ മൈൻഡിൽ വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഈ കാർഡ് കാണിക്കുന്നു. ഡെവിൾ ഇവിടെ ഒരു സ്ട്രോങ് പുള്ള് കാണിച്ചെങ്കിൽ നൈറ്റ് ഓഫ് സോർട്സ് ആ പുള്ളിന് പിന്നാലെ വരുന്ന മെന്റൽ അർജൻസിയാണ് കാണിക്കുന്നത്, ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി. അതുകൊണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള ഒരു ഹറി, എനിക്കിതിന്റെ ആൻസർ വേണം, എനിക്കിത് ക്ലിയർ ആക്കണം, എനിക്ക് എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കണം എന്ന ഫീലിംഗ് ഉണ്ടാകാം. എന്തോ ഒരു വിഷയം, നിങ്ങളുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യത്തിൽ അവർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. ചിലർക്കിത് നിങ്ങളോട് സംസാരിക്കണമെന്നോ പെട്ടെന്നൊരു മെസ്സേജ് അയക്കണമെന്നോ നേരിട്ട് ചോദിക്കണമെന്നോ ഉള്ള ഇമ്പൾസ് ആയിരിക്കാം. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നൈറ്റ് ഓഫ് സോർട്സ് വളരെ ഫാസ്റ്റ് എനർജിയാണ്. അതുകൊണ്ട് തോട്ട് ഉണ്ടാകുന്നത് പോലെ തന്നെ ഓവർ തിങ്കിങ്ങും ഇമ്പൾസീവ്നെസ്സും കൂടെ ഈ എനർജിയോടൊപ്പം ഉണ്ടാകാം. അവർ നിങ്ങളെക്കുറിച്ചൊരു കൺക്ലൂഷനിലേക്ക് പെട്ടെന്ന് എത്താൻ ശ്രമിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച്. ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചൊരു കാര്യം മനസ്സിലാക്കിയെന്ന് അവർക്ക് തോന്നും, പിന്നെ വീണ്ടും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യും. അങ്ങനെയാവാം. മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളെ അവർ സ്ട്രോങ് മൈൻഡഡ് ആയിട്ടുള്ള, ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള, ഇന്റലിജന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഡയറക്റ്റ് ആയ ഒരാളായി കാണുന്നുണ്ടാകാം. അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ കെയർഫുൾ ആയിരിക്കണമെന്നും അവർക്ക് തോന്നാം. കാരണം നിങ്ങൾക്ക് മുന്നിൽ ഹാഫ് ട്രൂത്ത്സ് അല്ലെങ്കിൽ വേഗ് എക്സ്പ്ലനേഷൻസ് വർക്ക് ചെയ്യില്ലെന്ന് അവർ കരുതുന്നുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധ്യമായിരിക്കാം അവർക്കുള്ളത്. ഡെവിളും നൈറ്റ് ഓഫ് സോർട്സും ഒരുമിച്ച് വരുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു ഫീല്, എനിക്ക് ആ വ്യക്തിയോടൊരു പുള്ളുണ്ട്, പക്ഷെ ഈ കണക്ഷൻ എന്നെ മെന്റലി ഡിസ്റ്റർബ് ചെയ്യുകയോ വളരെയധികം ചിന്തിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നൊരു എനർജി കൂടി വരുന്നു. അവർക്ക് അങ്ങനെ ഒരു എനർജി ഉള്ളതായിട്ടൂടെ കാണിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഇപ്പോഴത്തെ പ്രധാന തോട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐ ലൈക്ക് ദിസ് പേഴ്സൺ, എനിക്ക് അയാളെ ഇഷ്ടമാണ് എന്നതിൽ ഒതുങ്ങുന്നില്ല, അല്ലെങ്കിൽ അയാളോട് എനിക്ക് താല്പര്യമുണ്ട്, ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ, മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്ന ഒരു എനർജി അല്ല എന്ന് ചുരുക്കം. നിങ്ങളെക്കുറിച്ച് എന്തോ ഒരു കാര്യം അവർ മെന്റലി റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഉണ്ട് ഇവിടെ. നൈറ്റ് ഓഫ് സോർട്സ് കമ്മ്യൂണിക്കേഷന്റെ കാർഡ് കൂടിയാണ്. അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് മറ്റൊരാളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ കാഷ്വൽ ഗോസിപ്പ് പോലെ ആയിരിക്കണമെന്നില്ല. ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനും ക്ലാരിഫൈ ചെയ്യാനും സ്വന്തം പൊസിഷൻ ഡിഫെൻഡ് ചെയ്യാനും അവർ ശ്രമിക്കുന്ന കോൺവെർസേഷൻ ആയിരിക്കാം അത്. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളിൽ അവരുടെ ഇമോഷൻ മുഴുവനായി തുറന്നു കാണിക്കണമെന്നുമില്ല. അവരുടെ ബുദ്ധിയാണ് ഇപ്പോൾ കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, മൈൻഡാണ് ഇപ്പോൾ ഹൃദയത്തേക്കാൾ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവരിൽ ഒരു ശക്തമായ ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്കിതിൽ നിന്നും അസ്യൂം ചെയ്യാം. നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ അവർക്ക് എന്തായാലും കഴിയുന്നില്ല. ഇപ്പോൾ ആ ഇന്റൻസ് ഫീലിങ്ങിനെ മനസ്സിലാക്കാനും അതിനൊരു ഡയറക്ഷൻ കണ്ടെത്താനും അവരുടെ മൈൻഡ് വളരെ ആക്റ്റീവ്ലി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വാസ്തവം. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകാം. അവർ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് ആക്ച്വലി എന്താണ് പറയുന്നത്, അത് നമുക്കറിയണം. നിങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ അവരെങ്ങനെയായിരിക്കും, അവരുടെ ഭാഗം ഡിഫെൻഡ് ചെയ്യും അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ചെയ്യും, വെറും ഒരു ഗോസിപ്പ് അല്ല എന്ന് കണ്ടു. ആക്ച്വലി അവർ എന്താണ് പറയുന്നത്? 3 of Cups. 3 of Cupsന്റെ എനർജി എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബാണ്, വളരെ ഒരു സോഷ്യൽ എനർജിയാണ്. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ടാണ് കാണുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഹാപ്പി സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷനായിട്ട്, ഫ്രണ്ട്ഷിപ്പ്, ഒരു കൊളാബറേഷൻ, വളരെ ക്രിയേറ്റീവ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിട്ട് ഒരു ഹാപ്പിനെസ്സോടുകൂടി പറയപ്പെടുന്ന ഒരു കാര്യമാണ് എന്നാണ് ഈ കാർഡ് നൽകുന്ന, ഇതിൻ്റെ ഒരു പോസിറ്റീവ് വൈബാണ് ഈ കാർഡ് നൽകുന്നത്. നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ നിങ്ങളുടെ പോസിറ്റീവ് ക്വാളിറ്റീസ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളോടുള്ള കണക്ഷൻ, നിങ്ങളുമായി ഉണ്ടായിട്ടുള്ള നല്ല മൊമെന്റ്സ് എന്നിവ മെൻഷൻ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും അവർ നിങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം കൊണ്ടുവരുന്ന വ്യക്തിയായി കാണുന്നുണ്ടാകാം. നിങ്ങളോടൊപ്പം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയങ്ങളിൽ ഒരു ഇമോഷണൽ കംഫർട്ട്, ഹാപ്പിനെസ്, ലൈറ്റ്നെസ് ഒക്കെ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് മറ്റൊരാളോട് നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവൾ അങ്ങനെയാണ്, അവളോടൊപ്പം സംസാരിക്കാൻ വളരെ നല്ലതാണ്, അല്ലെങ്കിൽ അവനുമായി സംസാരിക്കാൻ വളരെ നല്ലതാണ്,
നിങ്ങളുമായി അവർക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു എനർജിയാണ്. നിങ്ങളുമായിട്ടുള്ള ഹാപ്പി മൊമെന്റ്സ് ആണ് കൂടുതൽ ഷെയർ ചെയ്യപ്പെടുക. നമ്മൾ അപ്പോ വേറൊരു കാര്യം കൂടി കണ്ടിരുന്നു, നിങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചാൽ തന്നെ അവരുടെ മൈൻഡ് മുഴുവനും ഓപ്പൺ ആയിട്ട് പറയണമെന്നില്ല. ബുദ്ധിപരമായിട്ടാണ് അവർ പറയുന്നത്. അവരുടെ ഹൃദയത്തിലുള്ള യഥാർത്ഥ വികാരം മുഴുവനും അവരവിടെ തുറന്നു കാണിക്കുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങളെക്കുറിച്ച് ഒരാളോട് മാത്രമല്ല, ഫ്രണ്ട്സിന്റെ സർക്കിളിലോ ക്ലോസ് പീപ്പിളിന്റെ ഇടയിലോ ട്രസ്റ്റഡ് പേഴ്സണോടോ സംസാരിച്ചിട്ടുണ്ടാകാനും പോസിബിലിറ്റി ഉണ്ട്. ഇനി നമുക്ക് നിങ്ങളെപ്പറ്റി അവർ ഗോസിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊന്നും സ്ട്രൈറ്റ് അവേ പറയാൻ പറ്റില്ല. അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ പറ്റി സംസാരിക്കുന്ന എനർജിയിലാണ് അവർ നിങ്ങളെപ്പറ്റും എന്തായാലും മറ്റുള്ളവരോട് പറയുന്നത്. ഇത് ആദ്യം കിട്ടിയ 2 കാർഡുകളോടുകൂടി നോക്കുമ്പോഴാണ് ഇത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വൈബ് നമുക്ക് നൽകുന്നത്. ഇവിടെ ഒരു കാര്യം ഞാൻ എപ്പോഴാണ് നോട്ടീസ് ചെയ്യുന്നത്, ഈ കാർഡിന്റെ മെയിൻ ടൈറ്റിൽ നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ അതിന്റെ മെന്റൽ ഫാസ്റ്റ് മൂവിങ് എനർജി എടുത്തത്. പക്ഷേ ഈ കാർഡിന്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ, അതായത് കാർഡിന്റെ സൈഡിലുള്ള ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ അത് നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. ആക്ച്വലി നൈറ്റ് ഓഫ് വാൺസ് ആണ് ഈ പിക്ചറിൽ കാണുന്നത്. ഇത് പാഷനേറ്റ് ആയിട്ടുള്ള, ഇൻസ്പയർഡ് ആക്ഷൻ ഉള്ള, ഫിയർലെസ് ആയിട്ടുള്ള ഇമ്പൾസീവ് എനർജിയാണ്. ഇതൊരു തെറ്റായിട്ട്, അതായത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് ആക്ച്വലി, പക്ഷെ നമുക്ക് ഒരു തെറ്റായി വിലയിരുത്തി, തെറ്റായി നമ്മൾ കണ്ടു എന്നതല്ല ഇതിൽ നമ്മൾ കാണേണ്ടത്. പുറമേ മനസ്സിൽ തോന്നുന്നത് നൈറ്റ് ഓഫ് സോർഡ്സ് എനർജിയും, പക്ഷെ അതിൻ്റെ അടിയിൽ പ്രവർത്തിക്കുന്നത് നൈറ്റ് ഓഫ് വാൺസ് എനർജിയുമാണെന്നാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ വ്യക്തിയുടെ എനർജിയിൽ ഒരു ഡിസ്റ്റിങ്ഷൻ കാണാം. അവർ സ്വയം ഇതിനെ ഒരു തോട്ടായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതിന്റെ അടിയിൽ യഥാർത്ഥത്തിൽ വളരെ പാഷനേറ്റ് ആയ ഒരു ഫീലിംഗ് ആണുള്ളത്. അവർക്ക് നിങ്ങളെ പറ്റി കടുത്ത ചിന്തയുണ്ട്, വളരെ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ചിന്തകളുണ്ട് എന്ന് പറയുമ്പോൾ അവർ അത് അങ്ങനെ ചിന്ത വന്നു പോകുന്നതാണെന്ന് ന്യായീകരിച്ചുകൊണ്ട് പുറമെ അവർ അതിനെ അങ്ങനെയാണ് കാണാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതല്ല അതിന്റെ വാസ്തവം എന്നുള്ളതാണ്. അവരുടെ ഉള്ളിൽ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, വളരെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള, ഫിയർലെസ് ആയിട്ടുള്ള ഒരു ഇമ്പൾസീവ്നെസ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാഷൻ നിങ്ങളോടുണ്ട്, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തം ഫീലിങ്സ് പോലും ശരിയായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതെ വരാം. ഞാൻ ഇവരെക്കുറിച്ച് ഇത്രയും ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നവർ സ്വയം ചോദിക്കുന്നുണ്ടാകാം. അവർ അതിനെ അട്രാക്ഷൻ ആണെന്ന് അംഗീകരിക്കാതെ സിംപ്ലി ക്യൂരിയോസിറ്റി, കൺസേൺ, ആങ്കർ, കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു മെന്റൽ ഇഷ്യൂ ആയി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സ്വയം ശ്രമിച്ചേക്കാം. പക്ഷെ അണ്ടർലൈൻ എനർജി നൈറ്റ് ഓഫ് വാൺസ് ആണെങ്കിൽ അവിടെ ഒരു സ്ട്രോങ് സ്പാർക്ക് ഉണ്ട്. പാഷൻ, എക്സൈറ്റ്മെന്റ്, അട്രാക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പൾസീവ് അർജ്, എന്തെങ്കിലും ഒരു തീക്ഷ്ണമായ എനർജി അവരെ നിങ്ങളിലേക്ക് റിപ്പീറ്റഡ്ലി തിരികെ കൊണ്ടുവരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ കാർഡുകളെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡെവിളും നൈറ്റ് ഓഫ് സോർഡ്സിന്റെയും നൈറ്റ് ഓഫ് വാൺസിന്റെയും എനർജി ഒരുമിച്ച് പേറുന്ന ഈ കാർഡും അതുപോലെ പി ഓഫ് കപ്സും ചേരുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഡെവിൾ ഒരു മാഗ്നറ്റിക് പുള്ള് നൽകുമ്പോൾ നൈറ്റ് ഓഫ് സോർഡ്സ് അതിനെ മനസ്സുകൊണ്ട് അനലൈസ് ചെയ്യുന്നു. നൈറ്റ് ഓഫ് വാൺസ് പക്ഷേ അതിന്റെ അടിയിൽ ഒരു പാഷൻ നിലനിർത്തുന്നു, അല്ലെങ്കിൽ പാഷൻ ഒളിപ്പിച്ചു വയ്ക്കുന്നു. അതുകൊണ്ട് ഈ വ്യക്തി പോലും തന്റെ യഥാർത്ഥ വികാരത്തെക്കുറിച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കാം എന്നുള്ളതാണ്. ഇത് നമ്മുടെ 3 ഓഫ് കപ്സിലേക്കും വളരെ സ്വാഭാവികമായി കണക്ട് ചെയ്യുന്നുണ്ട്. അവർ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന വേർഡ്സും അവരുടെ ഉള്ളിലെ ആക്ച്വൽ ഫീലിംഗും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നമ്മൾ അത് ആദ്യമേ കണ്ടു. അവർ അവരുടെ ഹൃദയം മുഴുവനും തുറന്നല്ല സംസാരിക്കുന്നത്, മൈൻഡ് വെച്ചാണ്, ബുദ്ധി ഉപയോഗിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ ഫീലിംഗ് അല്ല അവർ പറയുന്നത്. പുറത്ത് കാഷ്വലായി, സോഷ്യലായിട്ടായിരിക്കാം സംസാരിക്കുക, പക്ഷെ ഉള്ളിൽ അതിനേക്കാൾ തീവ്രമായ ഒരു എനർജി ഉണ്ടായേക്കാം. അതിനാൽ ഇത് ഈ റീഡിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ത്രെഡായിട്ട് നമ്മൾ ക്യാരി ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന കാര്യം എന്താണ്? അവർ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ആളോ സംസാരിക്കുന്ന ആളോ ഈ കണക്ഷനെ വെറുമൊരു തമാശയായിട്ടോ കാഷ്വൽ മാറ്റർ ആയിട്ടോ കാണുന്നില്ല എന്നൊരു സൂചനയുണ്ട്. ഇവിടെ ഒരു തരത്തിലുള്ള ഒരു ഫോർമാലിറ്റി വരുന്നുണ്ട്. ഔദ്യോഗിക
പരിവേഷം ഇതിന് വരുന്നുണ്ട്. ഇത് ശരിക്കും എന്താണ്, ഇതിന്റെ ശരിയായ അർത്ഥം എന്താണ്, ഇത് എവിടേക്കാണ് പോകുന്നത് എന്ന രീതിയിലുള്ള സീരിയസ് ഇവാലുവേഷൻ നിങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ മനസ്സിലുണ്ടാകാം. ഹയറോഫന്റ് വാല്യൂസിന്റെയും പ്രിൻസിപ്പിൾസിന്റെയും കാർഡാണ്. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ വാല്യൂസ്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ സമൂഹത്തിൽ നിങ്ങൾക്കുള്ള പൊസിഷൻ പോലുള്ള കാര്യങ്ങളും ആ കോൺവെർസേഷന്റെ ഭാഗമാകാം. ചിലർക്കിത് വളരെ ലിറ്ററൽ ആയിട്ട് വരാം. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതൊരു സീരിയസ് റിലേഷൻഷിപ്പ് ആകുമോ, ഇത് ശരിയായ കാര്യമാണോ, ഇതിൽ ഫ്യൂച്ചർ ഉണ്ടോ എന്ന തരത്തിലുള്ള ചിന്തകളായിരിക്കാം. പ്രത്യേകിച്ചൊരു ട്രഡീഷണൽ കാർഡ്, ഹയറോഫന്റ് പോലെയുള്ള ഒരു കാർഡ് ആയതുകൊണ്ട് ഫാമിലി എക്സ്പെക്ടേഷൻസ്, സോഷ്യൽ നോംസ്, കമ്മിറ്റ്മെന്റ്സ്, മാരേജ് പോലുള്ള കോൺസെപ്റ്റ്സും ചില കളക്റ്റീവ് സിറ്റുവേഷനിൽ റെസനേറ്റ് ചെയ്യും. പക്ഷെ എല്ലാവർക്കും അതേ അർത്ഥം വരണമെന്നില്ല. അതിനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇവിടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ലെയർ ഉണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ വ്യക്തിയുടെ ഉള്ളിൽ ഒരു നൈറ്റ് ഓഫ് വാൺസ് ടൈപ്പ് പാഷനേറ്റ് ഇമ്പൾസ് ഉണ്ട്. പക്ഷേ അതിനൊപ്പം നൈറ്റ് ഓഫ് സോട്സ് പോലെ അവർ അതിനെ റാഷണലൈസ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഹയറോഫന്റ് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതേക്കുറിച്ച് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നു. അവരുടെ ഉള്ളിലെ ഫീലിംഗ് ഒരു വശത്ത് വളരെ സ്പോണ്ടേനിയസ് ആയിരിക്കാം. പക്ഷെ അവരുടെ മൈൻഡ് പറയുന്നത് ബൗണ്ടറീസ് മെയിൻറ്റെയിൻ ചെയ്യണം, കാര്യങ്ങൾ ശരിയായ രീതിയിൽ വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇതൊരു സിംപ്ലി ഇമോഷൻ കൊണ്ട് മാത്രം തീരുമാനിക്കേണ്ട ഒന്നല്ല എന്നായിരിക്കാം. അതുകൊണ്ട് അവർ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ റിയാക്ഷൻ പോലും ഒരു തരത്തിൽ അഡ്വൈസ് അല്ലെങ്കിൽ ഒരു മോറൽ പെർസ്പെക്റ്റീവ് ആയിട്ട് അവർ എടുക്കുന്നുണ്ടാകാം. ഉദാഹരണത്തിന്, അവർ നിങ്ങളെക്കുറിച്ച് ഒരു ക്ലോസ് പേഴ്സണോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി നിനക്ക് ശരിക്കും എന്താണ് വേണ്ടത്, നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ എന്താണ്, ഇത് സീരിയസ് ആണെങ്കിൽ ശരിയായ രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്ന രീതിയിൽ പ്രതികരിക്കുന്ന ഒരു എനർജി ആയിരിക്കാം ഉണ്ടാവുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടായിരിക്കാം അവർ, അങ്ങനെ ഒരു കാര്യത്തിന് ഉപദേശത്തിന് വേണ്ടിയിട്ടായിരിക്കാം അവർ ഈ കാര്യം സംസാരിക്കുന്നത്. ഹയറോഫന്റ് ചിലപ്പോൾ ഒരു വ്യക്തി മറ്റുള്ളവരുടെ അഭിപ്രായത്തെ വളരെ പ്രാധാന്യത്തോടെ എടുക്കുന്നു എന്നതും കാണിക്കും. അതിനാൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് സ്വന്തം ഫീലിങ്സ് ഉണ്ടെങ്കിലും മറ്റുള്ളവർ ഇതെങ്ങനെ കാണുമെന്ന ചിന്ത അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാകാം. ഈ വ്യക്തിയുടെ യഥാർത്ഥ ഇന്റൻഷൻ എന്താണ്, നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ പിന്നിൽ അവർ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? 3 of Pentacles. സംതിങ് നീഡ്സ് ടു ബി ബിൽറ്റ് എന്നാണ് ഇത് കാണിക്കുന്നത്. ഈ വ്യക്തിയുടെ ഇന്റൻഷനിൽ ഒരു തരത്തിലുള്ള സഹകരണം, കമ്മ്യൂണിക്കേഷൻ, അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ ഒരു പ്രാക്ടിക്കൽ ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള ആഗ്രഹം കാണാം. ഒരുമിച്ച് ബിൽഡ് ചെയ്യേണ്ടതാണെന്നൊരു ഫീല്. അവർ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് നിങ്ങളുമായി എങ്ങനെ മുന്നോട്ട് പോകാം, നിങ്ങളുമായുള്ള കാര്യങ്ങൾ എങ്ങനെ ശരിയാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കബിളായ രീതിയിൽ ഒരു മാറ്റമുണ്ടാക്കാൻ നിങ്ങൾ തമ്മിൽ കഴിയുമോ എന്ന തരത്തിലുള്ള ചിന്തയാണ് ഇവിടെ കാണുന്നത്. ഓഫ് പെന്റക്കിൾസ് സാധാരണയായി എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാം, തനിച്ച് ചെയ്യാമെന്ന ഒരു എനർജി അല്ല നൽകുന്നത്. ഇതൊരു കൂട്ടായ്മയുടെ എനർജിയാണ്. ഇതിൽ ഒന്നിലധികം ആളുകൾ ഉണ്ടാവും. അതിനാൽ അവർ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്നതിൽ അഡ്വൈസ് തേടുകയോ നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ മറ്റൊരാളുടെ പെർസ്പെക്റ്റീവ് എടുക്കുകയോ ആരുടെയെങ്കിലും സഹായത്തോടെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യാം. ഹയറോഫന്റിന് ശേഷം ഇത് വന്നതുകൊണ്ട് തന്നെ ഈ പോയിന്റ് കൂടുതൽ ശക്തമാണ് ഇവിടെ. ഹയറോഫന്റ് എന്തായാലും ഒരു ഗൈഡൻസും വാല്യൂസും പ്രോപ്പർ വേയും ഒക്കെയാണ് കാണിച്ചത്. അതിനുശേഷമാണ് ഇത് വരുന്നത്. ഇൻപുട്ട് എടുത്ത് കോപ്പറേഷൻ ഉപയോഗിച്ച് ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നതാണ് ഇവിടെ അവർ ആലോചിക്കുന്നത്. അവർ മിക്കവാറും നിങ്ങളുടെ കാര്യത്തിൽ ആരുടെയെങ്കിലും ഒപ്പീനിയൻ എന്തായാലും കേൾക്കുന്നുണ്ടാകാം എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും, ഞാൻ അവരോട് സംസാരിക്കണോ, ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ. അതിനാൽ ഇവിടെ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെറുതെ നിങ്ങളെപ്പറ്റി ഒരു സംസാരം ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു കൺസൾട്ടേഷൻ പോലെയാണ് തോന്നുന്നത്. അവർ നിങ്ങളിൽ നിന്ന് എന്താണ് മറച്ചു വെക്കുന്നത്? കിങ് ഓഫ് സോർഡ്സ് എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. നൈറ്റ് ഓഫ് സോർഡ്സിന്റെ ഒരു മോർ മെച്യൂർ കൺട്രോൾഡ് വേർഷനാണ് ഈ കിങ് ഓഫ് സോർഡ്സ്. അതുകൊണ്ട് ഇവിടെ എനിക്ക് ആദ്യം തോന്നുന്നത് ഈ വ്യക്തി
അയാളുടെ യഥാർത്ഥ ഫീലിങ്സിനെ വളരെ കെയർഫുള്ളി കൺട്രോൾ ചെയ്യുകയാണ് എന്നാണ്. പുറമെ പ്രകടിപ്പിക്കുന്നില്ല. അവർക്ക് എന്താണ് തോന്നുന്നത് എന്ന് അവർക്ക് അറിയില്ല എന്നല്ല, ഇതിന്റെ ഒരു വശം അവർക്ക് എന്തോ മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ഉള്ള ആ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യത്തെ അല്ലെങ്കിൽ ആ താല്പര്യത്തെ അവർക്കറിയാം. പക്ഷെ അത് നിങ്ങളോട് തുറന്നു പറയുന്നതിന് മുൻപ് അതിനെ അനലൈസ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും റാഷണലൈസ് ചെയ്യുകയും ആണ് അവർ ചെയ്യുന്നത്. അതായത് വികാരം കൊണ്ടല്ല, ബുദ്ധി കൊണ്ട് അവർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു. അവരുടെ ഉള്ളിൽ ഇമോഷൻ ഉണ്ടെങ്കിലും പുറത്തേക്ക് അവർ ഇമോഷൻ കാണിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന എനർജിയാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വ്യക്തി വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് പെരുമാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ടാകാം. ഇയാൾക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അത് ഈ കാർഡ് ബോധപൂർവം അതിനങ്ങനെ ഒരു വശം കൊടുക്കുന്നത് കൊണ്ടാണ്. ഈ കാർഡ് അതിനൊരു എക്സ്പ്ലനേഷനും നമുക്ക് തരുന്നുണ്ട്. അവർ കാണിക്കുന്നതിലും കൂടുതൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും യു സോർട്സ് തന്റെ ഫീലിങ്സിനെ, തന്റെ ഇമോഷനെ അല്ലെങ്കിൽ ആക്ഷനെ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കില്ല. അവരുടെ ഉള്ളിൽ ഒരു തോട്ട് ഉണ്ടാകാം. അവർ നിങ്ങളോട് പറയാതെ വെക്കുന്നത് ഒരു ഫീലിംഗ് മാത്രമായിരിക്കണമെന്നില്ല. അവർ നിങ്ങളെക്കുറിച്ച് വളരെ സീരിയസ് ആയി ചിന്തിക്കുന്നുണ്ട് എന്നതും അവർ മറച്ചു വെക്കുന്നതാകാം. നിങ്ങളെ അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വേർഡ്സ്, ബിഹേവിയർ, ആക്ഷൻസ് എല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ കൺക്ലൂഷൻ രൂപീകരിക്കാൻ അവർ ശ്രമിക്കുന്നുമുണ്ട്. നിങ്ങൾ തമ്മിലുള്ള എന്തോ ഒരു വിഷയത്തിൽ അവർ സീരിയസ് ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അതിൽ അവർ ഫ്രീക്വന്റ് ആയിട്ട് ആ കാര്യത്തിൽ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു ഇമ്പോർട്ടന്റ് ലെയർ കൂടിയുണ്ട്. കിങ് ഓഫ് സോർട്സ് ചിലപ്പോൾ ട്രൂത്ത് അറിയാം, പക്ഷെ അത് പറയാൻ തയ്യാറല്ല എന്നൊരു എനർജിയാണ്. അതുകൊണ്ട് അവർക്ക് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട സിറ്റുവേഷന്റെ ഒരു വ്യക്തമായ റിയലൈസേഷൻ ഉണ്ടായിരിക്കാം. പക്ഷെ അത് നിങ്ങളോട് തുറന്നു പറയാൻ അവർ ഇപ്പോഴും തയ്യാറല്ല. എന്തുകൊണ്ടാണ്? കാരണം കിങ് ഓഫ് സോർട്സിന് വൾണറബിലിറ്റി ഒട്ടും കംഫർട്ടബിൾ അല്ല. അവർ വൾണറബിൾ ആകുന്ന സിറ്റുവേഷൻ എന്നവർ എന്തിനെ ചിന്തിക്കുന്നുവോ അതിനെ ഒഴിവാക്കാനാണ് അവർ നോക്കുന്നത്. നൈറ്റ് ഓഫ് സോർട്സിനെ പോലെ അയാൾ പെരുമാറുന്നത് നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയെ അടിയിൽ ഒളിപ്പിച്ചുകൊണ്ടാണ്. അത് ഈ ചിന്ത കൊണ്ടാണ്. ഈ പറയുന്ന നമ്മൾ ഇതുവരെ കണ്ട എല്ലാ എനർജിയും അയാളിൽ ഉണ്ട്. അട്രാക്ഷനും ഫ്രീക്വന്റ് ആയിട്ടുള്ള തോട്ട്സും പാഷനും കോപ്പറേഷൻ ചെയ്യാനുള്ള ഒരു സഹകരണത്തിനുള്ള മെന്റാലിറ്റിയും ഒരുമിച്ച് ബിൽഡ് ചെയ്യാനുള്ള മെന്റാലിറ്റിയും ഹയറോഫന്റ് നൽകിയ ഒരു ഒഫീഷ്യൽ ഒരു പരിവേഷം അതിന് കൊടുക്കാനുള്ള താല്പര്യവും എല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം ഒളിപ്പിച്ചുകൊണ്ട്, ഇതെല്ലാം ഉണ്ടായിരുന്നാലും ഞാൻ എൻ്റെ യഥാർത്ഥ ഫീലിങ്സ് നിങ്ങളെ കാണിക്കില്ല, ഞാൻ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യും എന്ന ചിന്തയിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്. ഈ വ്യക്തിയുടെ ഹിഡൻ സൈഡ് വളരെ ഇമോഷണൽ ആയിട്ടല്ല തോന്നുന്നത്. ഇമോഷനെ ഇന്റലക്ട് കൊണ്ട്, ബുദ്ധി കൊണ്ട് കവർ ചെയ്യുന്ന ഒരാളെയാണ് ഇവിടെ കാണുന്നത്. ചിലർക്ക് ഇതൊരു ഹിഡൻ ഡിസിഷൻ ആവാം. അവർ നിങ്ങളെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കുന്നുണ്ടാകാം, പക്ഷെ അത് ഇതുവരെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നതാണ്. ചിലർക്ക് ഇതൊരു ട്രൂത്ത് ആകാം. നിങ്ങളെക്കുറിച്ച് അവർക്ക് വളരെ ക്ലിയർ ആയ ഒരു റിയലൈസേഷൻ ഉണ്ടെങ്കിലും അത് പറയുന്നതിന് മുമ്പ് അവർ കൂടുതൽ എവിഡൻസ് അല്ലെങ്കിൽ ക്ലാരിറ്റി കാത്തിരിക്കുകയാണ്. മറ്റൊരു പോസിബിലിറ്റി ഉണ്ട്. കിങ് ഓഫ് സോർട്സ് ഒരു ബൗണ്ടറി കാർഡ് കൂടിയാണ്. അതുകൊണ്ട് അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ് ശക്തമാണെങ്കിലും അതിനൊരു ബൗണ്ടറി വെക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത് വെറും ഒരു ഫീലിംഗ് മാത്രമല്ല, അവർ നിങ്ങളെക്കുറിച്ച് എത്രത്തോളം സീരിയസ്ലി തിങ്ക് ചെയ്യുന്നു എന്നതാണ് അവർ മറച്ചു വെക്കുന്നത്. പുറത്തവർ കാമായിരിക്കാം, കാഷ്വലായി സംസാരിക്കാം, ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ബിഹേവ് ചെയ്യാം, പക്ഷെ ഉള്ളിൽ വളരെ കെയർഫുള്ളി നിങ്ങളെ അനലൈസ് ചെയ്യുന്ന ഒരാളെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കാർഡ് വന്നതിന്റെ മറ്റൊരു ബ്യൂട്ടിഫുൾ കണക്ഷൻ കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നൈറ്റ് ഓഫ് സോർട്സ് അത് നൈറ്റ് ഓഫ് കിങ് ഓഫ് സോർട്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആദ്യം ഇവരുടെ മൈൻഡ് വളരെ വേഗത്തിൽ ഓടുകയായിരുന്നു എന്നുള്ളതാണ്. ആദ്യം അവർക്കുണ്ടായത് വളരെ ഫാസ്റ്റ് പേസ്ഡ് ഒരു എനർജിയാണ്. വളരെ പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ, എന്തോ പറയാൻ, ഒരു തർക്കമുള്ള പോലെ ഒരു മെന്റാലിറ്റി, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജി അതിൽ നിങ്ങളിലേക്ക് ഓടി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു തിടുക്കം കൂട്ടുന്ന ഒരു എനർജി ആയിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെ
മൈൻഡ് കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ മൈൻഡ് അതേ വിഷയത്തിൽ കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു റിയാക്ഷൻ അവർക്കുണ്ടായി, പിന്നെ കുറച്ച് ചിന്തകൾ ഉണ്ടായി, അതിനെ നിയന്ത്രിച്ച് ഒരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നു എന്നാണ് ഈ കാർഡുകൾ ഒരുമിച്ച് ചേർന്ന് കാണിച്ചു തരുന്നത്. നമ്മൾ റീഡിംഗ് എങ്ങനെയാണ് തുടങ്ങിയത്, നിങ്ങളെക്കുറിച്ച് അവർ ഇപ്പോൾ മറ്റുള്ളവരോട് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ നോക്കിയത് ആക്ച്വലി. പക്ഷെ അവർ പറയുന്നതിനപ്പുറം അവരുടെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് കടന്നു പോകുന്നതായിട്ടും സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യുന്നതായിട്ടും, ഒരു ഗോസിപ്പല്ല എന്തായാലും പറയുന്നത് എന്നതും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ സിറ്റുവേഷനിൽ അവരുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. 9 ഓഫ് വാണ്ട്സ് ആണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ മൊത്തം എനർജിയും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇതുവരെ കണ്ട എനർജിയുമായിട്ട് ഇത് വളരെ സ്ട്രോങ്ലി കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് തോട്ട്സ് ഉണ്ട്, അട്രാക്ഷൻ അല്ലെങ്കിൽ സ്ട്രോങ് പുള്ളുണ്ട്, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ട്, അതിനെ സീരിയസ് ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്, സ്വന്തം ഫീലിംഗ് പോലും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ ഇപ്പോൾ 9 ഓഫ് വാണ്ട്സ് പറയുന്നത് അവർ ഒരു പ്രതിരോധം തീർത്ത് നിൽക്കുകയാണ് എന്നാണ്. അതായത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാനൊന്നും ഉടനെ തുറന്നു പറയാൻ തയ്യാറല്ല, ഓപ്പൺ ആകാൻ തയ്യാറല്ല എന്നതാണ്. ഇതിനർത്ഥം അവർ പിന്നോട്ട് പോകുന്നു എന്നല്ല, അവർ കണക്ഷൻ കംപ്ലീറ്റ്ലി വിട്ടുകളയുന്നു എന്നുമല്ല. പക്ഷെ അവർ ഗാർഡഡ് ആണ്. അവർ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകാം, മുൻകാലത്ത് എന്തെങ്കിലും ഒരു ഹേർട്ട് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ നേരത്തെ എന്തെങ്കിലും ഒരു പ്രതിരോധം സൃഷ്ടിക്കേണ്ട അല്ലെങ്കിൽ ഒരു യുദ്ധസമാനമായ തർക്കങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടാവാം. ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നവർ കരുതുന്നു. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ വീണ്ടും വൾണറബിൾ ആകുന്നതിനെ കുറിച്ച് ഒരു ഹെസിറ്റേഷൻ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് അവരുടെ അടുത്ത മൂവ് വളരെ ഡ്രാമാറ്റിക് ആയിരിക്കണം എന്നൊന്നുമില്ല. അതായത് ഞാൻ ഇപ്പോൾ തന്നെ വന്ന് എല്ലാം പറയാം, എല്ലാം തുറന്ന് സംസാരിക്കാം എന്നൊരു എനർജി അല്ല ഇവിടെ കാണുന്നത് എന്നതാണ്. അവർ ചിന്തിക്കുന്നത് ഞാൻ കുറച്ചുകൂടി ഒന്ന് ഒബ്സർവ് ചെയ്യട്ടെ, ആദ്യം സിറ്റുവേഷൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കട്ടെ, എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. ആദ്യം ഞാൻ വീണ്ടും ഹേർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നതാണ്. അങ്ങനെ ഒരു എനർജിയാണ് അവർക്കുള്ളത്. അവർ അവരുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യുന്നു. ആ കൺട്രോളിന്റെ പിന്നിൽ ഒരു പ്രൊട്ടക്റ്റീവ് വാൾ ഉണ്ട്. അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും ഒരു ഫീല് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാധാന്യം തോന്നാത്തത് കൊണ്ടല്ല അവർ ഗാർഡ് ചെയ്യുന്നത്, മറിച്ച് എന്തെങ്കിലും പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ കൂടുതൽ കെയർഫുൾ ആകുന്നത് എന്ന പോസിബിലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. എനിക്കിതൊന്നും വേണ്ട എന്ന ഒരു കോൾഡ് റിജക്ഷനേക്കാൾ ഉപരി എനിക്കിത് വേണോ വേണ്ടയോ എന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ വീണ്ടും ഇതിലേക്ക് ചാടിയാൽ അപകടം വരുമോ, ഞാൻ ഹേർട്ട് ആകുമോ എന്ന ഒരു വികാരം, അതാണ് കൂടുതൽ ശക്തമായ എനർജി. അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് തുടർന്നും ഒബ്സർവ് ചെയ്യാം, നിങ്ങളുടെ ബിഹേവിയർ നോക്കാം, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടോ, നിങ്ങൾ മാറിപ്പോയോ എന്നൊക്കെ ശ്രദ്ധിക്കാം. എന്നിട്ട് മാത്രമായിരിക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്ഷൻ വരികയുള്ളൂ. ഇവർക്കിത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യത പൂർണ്ണമായി ഇല്ലാതാക്കുന്നില്ല, പക്ഷെ കമ്മ്യൂണിക്കേഷൻ വന്നാലും അത് വളരെ മെഷേർഡ് ആയിരിക്കും. അവർ ആദ്യം ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടാക്കാം, ചെറിയൊരു മെസ്സേജ്, ഒരു ഇൻഡയറക്റ്റ് ഇന്ററാക്ഷൻ, ഒരു റിയാക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളോടൊരു കാഷ്വൽ കോൺവെർസേഷൻ തുടങ്ങാനുള്ള ഒരു ശ്രമം. പക്ഷെ ഉടനെ മുഴുവൻ ഫീലിങ്സും തുറന്നു പറയുമെന്ന് ഈ 9 ഓഫ് വാണ്ട്സ് കാർഡ് പറയുന്നില്ല. കാരണം അവർ ഇപ്പോഴും ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ് എന്ന ഒരു ഫേസിലാണ്. ഇവർ അതൊന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്, സാഹചര്യങ്ങളെ അവരൊന്ന് അളക്കുകയാണ്, അവരൊരു പ്രതിരോധം തീർക്കുകയാണ് അവർക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകളയുന്ന എന്ത് റിലേഷനോ എന്ത് കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളതെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കുന്ന ഒരു മെന്റാലിറ്റി ഒന്നും അല്ല 8 ഓഫ് കപ്സ് ഒക്കെ പോലെ. ഇവിടെ അവർ കാണുന്നത് അവർ ക്ഷീണിച്ചിരിക്കാം, അവർ ഹേർട്ടായിരിക്കാം, അവർ ഗാർഡഡ് ആയിരിക്കാം, പക്ഷെ അവർ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളെ കംപ്ലീറ്റ്ലി വിട്ടുകളഞ്ഞതായിട്ട് ഈ കാർഡ് പറയുന്നില്ല. ഇവർ ഇമോഷണലി എക്സോസ്റ്റഡ് ആയിരിക്കാം എന്നുള്ളതാണ്. സിറ്റുവേഷൻ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം, പക്ഷെ കണക്ഷനിൽ നിന്ന് പൂർണ്ണമായും
ഡിസ്എൻഗേജ് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു അഷ്വറൻസ് വരുന്നതേ നമ്മുടെ ആദ്യത്തെ കാർഡായ ഡെവിളാണ് അഷ്വറൻസ് തരുന്നത്. അതായത് ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെ പെട്ടെന്ന് അങ്ങനെ ഡിറ്റാച്ച് ചെയ്യാനായിട്ട് കഴിയില്ല, അത് എളുപ്പമല്ല എന്ന് ഡെവിൾ കാർഡ് പറഞ്ഞിരുന്നു. അവരങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്, ഡിറ്റാച്ച് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. അവർ ഡിറ്റാച്ച് ചെയ്യാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ അവർ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു പുള്ളുണ്ട്, പക്ഷെ ഗാർഡും ഉണ്ട്, പാഷൻ ഉണ്ട്, റീസ്ട്രെയിൻറ്റും ഉണ്ട്, തോട്ട്സ് ഉണ്ട്, പക്ഷെ വൾണറബിലിറ്റി പേടിയുണ്ട്. ഇവിടെ ഇന്റൻഷനൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകാം, പക്ഷെ ഇമ്മീഡിയറ്റ് ആക്ഷന് മുമ്പ് അവർ സിറ്റുവേഷൻ സേഫ് ആണ് എന്ന് ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ അവരുടെ നെക്സ്റ്റ് മൂവിന്റെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അവർ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കാം, സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. സിറ്റുവേഷൻ അസസ് ചെയ്തിട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് വരാം എന്ന് പറയുന്ന ഒരു എനർജിയാണ്. അവർ എപ്പോഴും ഈ സിറ്റുവേഷനിൽ ഇമോഷണലി പ്രസന്റ് ആണ്. അവർക്കൊരു പ്രതിരോധമുണ്ട്, ഒരു ഡിഫൻസ്, ഒരു വാൾ അവർ, ഒരു മതിൽ അവർ തീർത്തിട്ടുണ്ട് എന്നത് മാത്രമാണ് ഉള്ളത്. അത് നിങ്ങളോടുള്ള എതിർപ്പ് കൊണ്ടല്ല എന്നതും നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. നമ്മുടെ ചോദ്യം, നിങ്ങളെക്കുറിച്ച് അവർ ഇപ്പോൾ മറ്റുള്ളവരോട് പറയുന്നത് എന്താണെന്നാണ്. കാർഡ്സ് ഇവിടെ അവരുടെ എക്സാക്ട് വേർഡ്സ് മാത്രമല്ല, അവർ എന്താണ് പറയുന്നതെന്ന് മാത്രമല്ല, അവർ നിങ്ങളെ എങ്ങനെ കാണുന്നു, എന്തുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്, ആ കോൺവെർസേഷന്റെ പിന്നിലെ യഥാർത്ഥ ഫീലിങ്സ് എന്താണ്, അവർ മറച്ചു വെക്കുന്നത് എന്താണ് എന്നൊക്കെയാണ്. മാത്രമല്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെക്കുറിച്ച് ഈ കാര്യം നോക്കുന്നത്, നിങ്ങളുടെ ചിന്തയിൽ എന്തുകൊണ്ടാണ് അവർ വന്നത്. അതൊരു ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു വൈബാണ് നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ റീഡിങ്ങിൽ അവർ പറയുന്നത് എന്നത് അവരുടെ കോൺവെർസേഷന്റെ ഓവറോൾ എനർജിയായി അല്ലെങ്കിൽ അണ്ടർലൈനിങ് മെസ്സേജ് ആയി കാണാം. അവസാനമായി ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നതിന് നമുക്ക് എടുത്തിരിക്കുന്ന ഒറാക്കിൾ കാർഡ്സ് കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? റിട്ടേൺ. ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന 2 ഒറാക്കിൾ കാർഡ്സും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ റീഡിങ്ങിനെ ക്ലോസ് ചെയ്യുന്നത്. ലോയൽറ്റിയും റിട്ടേണുമാണ് ആ കാർഡ്സ്. ലോയൽറ്റി കാർഡിൽ തന്നെ നമുക്ക് കാണാമല്ലോ, ഒരു ഡോഗ് ഒരു പൂ കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു വിശ്വാസമാണത്, തിരിച്ചു വരും, പ്രിയപ്പെട്ട ആർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലവർ ആണത്. അതിന്റെ വായിൽ അത് പിടിച്ചിരിക്കുന്ന പ്രതീക്ഷയോടെ, ദയയോടെ, ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നതാണ്. അഗ്രസീവ് അല്ല, അത് ഒരു ഹോപ്പാണ് ഇവിടെ കാണുന്നത്, വിശ്വാസമാണ് കാണുന്നത്. ഇവിടെ ഒരു കണക്ഷനിൽ ഇപ്പോഴും ലോയൽറ്റിയും വിശ്വാസവും നിലനിൽക്കുന്ന എനർജി കാണാം. എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് കരുതേണ്ട കാര്യമില്ല. ചില കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളുടെ എനർജി ആകാം ഇത് ചിലപ്പോൾ. ഇതിന്റെ തൊട്ടു പിന്നാലെ റിട്ടേൺ വരുമ്പോൾ അത് സെക്കൻഡ് ചാൻസിനെയും ഓപ്പർച്യൂണിറ്റിയെയും മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു അവസരത്തെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ചിലർക്കെങ്കിലും ഒരു പഴയ കണക്ഷനെ വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ, കണക്ഷനിലേക്ക് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാറ്റങ്ങൾ വരുത്തി പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത ഈ കാർഡ് കാണിക്കുന്നുണ്ട്. അത് പഴയതുപോലെ തന്നെ തിരികെ പോകുക എന്ന രീതിയിലല്ല, പഴയതിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ചുകൂടി ശ്രദ്ധയോടെ, കൂടുതൽ മെച്യൂരിറ്റിയോടെ എന്തെങ്കിലും വീണ്ടും ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അതായത് മേക്കിംഗ് അമെൻസ് ആണ്, മാറ്റങ്ങൾ വരുത്തി കുറെ കൂടി ഭംഗിയാക്കാനുള്ള ഒരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത് എന്നതാണ്, അല്ലെങ്കിൽ അത് ലഭിക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ കാർഡിന്റെ ഇമേജറി അത് നമ്മളോട് ഉറപ്പ് പറയുകയാണ്. ഒരു മൺകുടമാണ് ഉണ്ടാക്കുന്നത്, തൊട്ടാൽ പൊട്ടിപ്പോകുന്നതാണ്. അത്ര കെയർഫുള്ളി വേണം അതിനെ, ആ മൺപാത്രം ഉടഞ്ഞു പോകാത്തതുപോലെ കൊണ്ടുപോകണം. ഇവിടെയാണ് 2 പേരും ചേർന്നത് റീബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് ഇവിടെ നമ്മുടെ 3 ഓഫ് പെന്റക്കിൾസുമായിട്ട് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ റിട്ടേണിനെ ഒരു സഡൻ റിട്ടേൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കെയർഫുള്ളി റീബിൽഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യേണ്ട, സ്ലോലി ക്രിയേറ്റ് ചെയ്യേണ്ടത് ആയിട്ടുള്ള ഒരു എനർജി, സംതിങ് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം, എന്തോ ഒരു ഷേപ്പ് ഫോം ചെയ്തെടുക്കുന്നതായിട്ട്. അതിനാൽ ഈ റീഡിങ്ങിന്റെ അവസാന മെസ്സേജ് വളരെ പോസിറ്റീവാണ്. വിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നിടത്ത് ഒരു പുതിയ അവസരത്തിന് വാതിൽ തുറക്കാം.
പഴയത് തിരികെ കൊണ്ടുവരുന്നതിന് പകരം അതിനെ കൂടുതൽ നല്ല രീതിയിൽ വീണ്ടും ബിൽഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ വേണ്ടി പോവുകയാണ്. ഇതെല്ലാവർക്കും ഒരേ രീതിയിൽ സംഭവിക്കുമെന്ന് പറയുന്നില്ല. പക്ഷേ ഈ കാർഡ് പറയുന്നത് നമുക്ക് ജെനുവിൻലി റീബിൽറ്റ് ചെയ്തെടുക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന് അർഹതപ്പെട്ട ഒരു കാര്യത്തിൽ പൂർണ്ണമായും വിശ്വാസം നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. മറ്റൊരവസരം യൂണിവേഴ്സ് നൽകുമ്പോൾ അത് ശരിയായ രീതിയിൽ കാര്യങ്ങളെ ശരിയാക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. കോൺഷ്യസ്ലി, ശ്രദ്ധയോടെ, കൂട്ടായ പരിശ്രമത്തിലൂടെ ചെയ്തെടുക്കാം. നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു റിട്ടേൺ നിങ്ങൾക്ക് എന്തായാലും, ഒരു ചാൻസ് എന്തായാലും യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നുണ്ട് എന്നതാണ്. അതിനാൽ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെസ്സേജ് സ്വീകരിക്കാം. ട്രസ്റ്റ് ദ പ്രോസസ്, ബിലീവ് ഇൻ വാട്ട് ഈസ് ജെനുവിൻ ആൻഡ് അലൗ തിങ്സ് ടു അൺഫോൾഡ് നാച്ചുറലി. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ഇതെങ്ങനെയാണ് കണക്റ്റ് ആയതെന്ന് മെസ്സേജ് ചെയ്യാനും സാധിക്കുമെങ്കിൽ അത് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാരണം നമ്മളെപ്പോഴും എനർജി എടുക്കുമ്പോൾ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു എനർജി കിട്ടുന്നത് എപ്പോഴും നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ആണെങ്കിൽ അത് ടാപ്പ് ചെയ്തെടുക്കാനായിട്ട് കുറെ കൂടി എളുപ്പമായിരിക്കും. അങ്ങനെയുള്ളവർക്കായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ബൈ.